എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും, യു കെയിലെ പുതിയ ഇമിഗ്രേഷൻ റിഫോംസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് യു കെ ഗവൺമെൻറ് വൈറ്റ് പേജസ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഡോക്യുമെൻ്റ് ഒരു 1-2 മണിക്കൂർ മുന്നേ, അതായത് ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു 1-2 മണിക്കൂർ മുന്നെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഡോക്യുമെൻറ്റ് ചെറുതായിട്ടൊന്ന് വായിച്ച് നോക്കി. അപ്പോൾ അതിനകത്ത് കുറച്ച് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കുറച്ച് റിഫോംസ് അല്ലെങ്കിൽ വരാനിരിക്കുന്ന കുറച്ച് ചേഞ്ചസ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഒരു 2-3 വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇത് സ്റ്റുഡൻസിനെയും ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെയും എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കാം. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചു ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് മോസ്റ്റ്ലി ഒരു 3-4 പേജസിലുള്ള കുറച്ച് ഇൻഫർമേഷനാണ് എനിക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊരു വലിയ ഡോക്യുമെൻ്റാണ്. എനിക്ക് തോന്നുന്നു ഒരു 50-80 പേജസോളമുള്ള ഡോക്യുമെൻ്റാണ്. അതിനകത്തുനിന്ന് എനിക്ക് തോന്നിയിരിക്കുന്ന, നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു 3 മേജർ ചേഞ്ചസ് ആണ്. അപ്പോൾ അതിനകത്ത് ഈ പേജസ് ഞാൻ പറയാം. അത് ഡോക്യുമെൻറ്റിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അതിനകത്ത് പേജ് നമ്പർ 68-69, പിന്നെ പേജ് നമ്പർ 39, പിന്നെ പേജ് നമ്പർ 27. അപ്പോൾ ഇത്രയും പേജസുകളിലാണ് മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ കൂടുതലായിട്ടും ബാധിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പം 68-69 പേജിലുള്ള കാര്യം ILR, അതായത് യു കെയിലെ PR ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത്, യു കെയിലെ PR കിട്ടാൻ ഇനി മുതൽ 10 കൊല്ലം വെയിറ്റിംഗ് പീരീഡ് വേണ്ടി വരും. ഇപ്പം 5 കൊല്ലമാണ്, അത് 10 കൊല്ലമായിട്ട് ഇൻക്രീസ് ചെയ്യാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നതാണ് അറിയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഏറ്റവും മേജർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേ ബി ഓസ്ട്രേലിയ, കാനഡ ഒക്കെ അറിയാം നിങ്ങൾക്ക് പോയിൻറ്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റമായിട്ട്. അതുപോലെ തന്നെ യു കെയിലും PR കിട്ടാൻ പോയിൻറ്റ് ബേസ്ഡ് സിസ്റ്റമാണ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അതിന് 10 കൊല്ലം വെയിറ്റിംഗ് സ്റ്റാൻഡേർഡാണ്. പിന്നെ നിങ്ങളുടെ പോയിൻറ്റ് ബേസ്ഡ് കോൺട്രിബ്യൂഷൻസ്, അതായത് ലൈക്ക് യു കെയിലെ ഫൈനാൻസ് രംഗത്തോ അല്ലെങ്കിൽ യു കെയിലെ സൊസൈറ്റിയിലേക്കോ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ ഈ 10 കൊല്ലത്തെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻറ്റ് ബേസ്ഡ് സിസ്റ്റം ഇവർ അഡോപ്റ്റ് ചെയ്യും. ഇതെങ്ങനെയാണ് പോയിൻറ്റ് ക്രൈറ്റീരിയ എന്നൊക്കെ ലേറ്റർ ഇൻ 2025 അവർ എക്സ്പ്ലെയിൻ ചെയ്യും എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇത് ഏറ്റവും വലിയ സംഭവം, ഇത്രയും കാലം 5 കൊല്ലം മതിയായിരുന്നു, ഇനി അത് 10 കൊല്ലം ആയി മാറും എന്നുള്ളതാണ്. 10 കൊല്ലം റെഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് പോയിൻറ്റ് ബേസ്ഡ് സിസ്റ്റമാണ് എന്നാണ് പറയുന്നത്. സോ അതൊരു വലിയൊരു മേജർ ബ്ലോ ആണ് ഇനി യു കെയിൽ സെറ്റിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഓൾറെഡി യു കെയിലുള്ളവർക്ക് ഇത് ബാധകമാണോ, അതോ ഇനി വരാൻ പോകുന്ന ആളുകൾക്കാണോ, അത് യു കെയിൽ വന്ന ആ ഒരു ഏതെങ്കിലും ഒരു വർക്ക് പെർമിറ്റ് ഒരു ഡേറ്റ് കട്ട് ഓഫ് ഉണ്ടോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് പ്രപ്പോസ് ചെയ്യുന്ന ചേഞ്ചസ്. ഇത് ആർക്കൊക്കെ ബാധകമാകും എന്നതിനെപ്പറ്റി ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഇതിൻ്റെ മേജർ അപ്ഡേറ്റ്സ് വരുന്നതേ ഉള്ളൂ. പക്ഷേ സ്റ്റാൻഡേർഡ് 10 years ആണ്. ഇതിപ്പം കുറച്ച് ആളുകൾക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ അവരുടെ മെറിറ്റ് ബേസിസിൽ കുറച്ച് കുറവ് വരാം. ചിലപ്പം കട്ട് ഓഫ് ഡേറ്റ്സ് വരാം. അതായത് ഇപ്പോൾ 2023 ശേഷം വന്നവർക്കെല്ലാം അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. സാധ്യത എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റെട്രോസ്പെക്റ്റീവ്ലി ഇത് PR അപ്ലൈ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ബാധകമാക്കാം ഒരു ഡേറ്റിന് ശേഷം. സോ അങ്ങനെ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊരു 10 കൊല്ലം എന്നുള്ളത് സ്റ്റാൻഡേർഡ് വെയിറ്റിംഗ് പീരീഡ് ആക്കും എന്നാണ് പറയുന്നത്. അത് ഭയങ്കര മേജർ ബ്ലോ ആണ്. അതായത് യു കെയിൽ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. കാരണം യു കെ ഒരു ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി നേഷൻ അല്ല. ശരിക്കും ഇത് കൂടുതൽ അല്ലാതാവുന്ന രീതിയിലേക്കുള്ളൊരു റൂൾ ചേഞ്ചാണ്. സോ ഇതൊരു മേജർ ചേഞ്ചാണ്. അപ്പം നമ്മൾ ഇത്രയും കാലം വീഡിയോസിൽ പറഞ്ഞുകൊണ്ടിരുന്നത് യു കെയിൽ 5 കൊല്ലം വർക്ക് ചെയ്താൽ PR കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ഇനി അത് പറയാൻ പറ്റില്ല. ഇതിനകത്ത് നല്ല മാറ്റം വന്നിട്ടുണ്ട്. സോ ഈ ഡോക്യുമെൻറ്റിൽ 68-69 പേജ് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ അകത്തെ കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ല. എപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും, ആർക്കൊക്കെയാണ് ഇത് ബാധകം, അല്ലെങ്കിൽ ഇത് നേരത്തെ ഉള്ളവർക്കും ബാധകമാണോ അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്നവർക്കാണോ, അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. നമ്മളത് കൊടുക്കുന്ന സമയത്ത് നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. മാത്രമല്ല, ഞാൻ ഈ ഡോക്യുമെൻറ്റിൻ്റെ ബേസിൽ മാത്രമാണ്, എൻ്റെ ഊഹാഭോഹങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഈ ഡോക്യുമെൻറ്റിൽ ഉള്ള ഡാറ്റയാണ് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് നമ്പർ 39 പറയുന്നത്, അതായത് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഇത് ഈ ഒരു സംഭവം നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്തതല്ല. പക്ഷേ ഇത്രയും കാലം നമുക്ക് എങ്ങനെയായിരുന്നു, നമ്മൾ യു കെയിൽ മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ PhD കഴിഞ്ഞാൽ 3 കൊല്ലം സ്റ്റേ ബാക്ക്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ 2 കൊല്ലം. ഇനിയിപ്പം അവർ ഇത് പ്ലാൻ ചെയ്യുന്നത്
18 മാസമായിട്ട് കുറയ്ക്കാനാണ്. അതായത് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിൻ്റെ കാര്യം 18 മാസമാക്കും, ഇപ്പോഴത്തെ 2 കൊല്ലമോ അല്ലെങ്കിൽ 3 കൊല്ലത്തിന് പകരമായിട്ട് എന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല UK-യിലെ സ്ഥാപനങ്ങൾ, UK-യിൽ യൂണിവേഴ്സിറ്റികൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അവരൊരു ലെവി ഈടാക്കിയിട്ട് ആ ലെവി അവിടുത്തെ ആളുകളെ ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യും എന്ന് പറയുന്നു. സോ അത് നമുക്ക് വലിയ പ്രശ്നമല്ല. പക്ഷേ 18 മാസമായിട്ട് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കുറയ്ക്കാനുള്ള തീരുമാനം UK-യിൽ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് UK ഒരു അൺഅട്രാക്റ്റീവ് ഡെസ്റ്റിനേഷൻ ആക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ്. സോ PR നോക്കുന്നവർക്ക് പണി കിട്ടും. സ്റ്റുഡൻസായിട്ട് പോകുന്ന ആളുകൾക്ക് ഇതിൻ്റെ കാര്യത്തിലും എപ്പം സ്റ്റുഡൻസായിട്ട് വരുന്ന ആളുകൾക്കാണ്, ഇപ്പോൾ അവിടെ ഓൾറെഡി ഉള്ള ആളുകൾക്കാണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്കാണോ, ഇതിൻ്റെ ഒരു കട്ട് ഓഫ് ഡേറ്റ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇനി നിങ്ങൾ സ്റ്റുഡൻ്റായിട്ട് UK-യിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. കാരണം നിങ്ങൾ അവിടെ പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും ചിലപ്പോൾ 18 മാസേ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ എന്നുള്ള കാര്യം. സോ ഇതൊരു വളരെ മേജർ ചേഞ്ചസ് ആണ്. നിങ്ങൾക്കറിയായിരിക്കാം UK-യിൽ കുറേ കാലങ്ങൾക്ക് മുന്നേ ഈ 2021 ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് റീഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന് മുന്നേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് മുന്നേ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ നിർത്തിക്കളഞ്ഞു. അങ്ങനെയാണ് UK ഒരു പട്ടിക്കുഞ്ഞു പോലും പോകാത്തൊരു സ്ഥലമായി മാറിയത്. പിന്നെ 2021 വീണ്ടും പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് റീഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് സ്റ്റുഡൻസ് പോയി തുടങ്ങിയത്. സോ വീണ്ടും ഇതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ എണ്ണം ഓൾറെഡി കുറഞ്ഞു, ഇനിയിപ്പോൾ വീണ്ടും കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ അടുത്ത മേജർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് നമ്പർ 27 നോക്കുക. അതിനകത്ത് അഡൽട്ട് സോഷ്യൽ കെയർ എന്നൊരു കാര്യം കാണാം കേട്ടോ. അതിനകത്ത് അവർ പോയിൻ്റ് നമ്പർ 81 ആയിട്ട് പറയുന്നത് വി വിൽ ദെയർഫോർ എൻഡ് ഓവർസീസ് റിക്രൂട്ട്മെൻറ്റ് ഫോർ സോഷ്യൽ കെയർ വിസാസ്. അതായത് കെയറർ വിസകൾക്ക് ഓവർസീസിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നത് കുറയ്ക്കുക അല്ലെങ്കിൽ നിർത്തുകയാണ്, ടോട്ടലി എൻഡ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് അവർ വേറെ കാര്യം പറയുന്നത്, ഇപ്പം 2028, അതായത് ഇതൊരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടാകും. അതായത് നമുക്കൊരു റൂൾ ചേഞ്ച് വന്ന ഒരു ട്രാൻസിഷൻ പീരീഡിൽ 2028 വരെ ഓൾറെഡി കെയർ വിസയുള്ള ആളുകൾക്ക് എക്സ്റ്റൻഷൻ അനുവദിക്കും. അതുമാത്രമല്ല UK-യിൽ ഓൾറെഡി ഉള്ള വർക്ക് റൈറ്റ്സ് ഉള്ള ആളുകൾക്ക് കെയർ വിസ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. സോ ടോട്ടലി എൻഡ് ചെയ്യല്ല, അതായത് ഓവർസീസ് പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരുന്നത് കുറയ്ക്കും, അല്ലെങ്കിൽ കുറയ്ക്കുന്നല്ല നിർത്തും. മാത്രമല്ല UK-യിൽ ഓൾറെഡി ഉള്ള അല്ലെങ്കിൽ കെയർ വിസ ഉള്ള ആളുകൾക്ക് അത് എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടാവില്ല. അതേപോലെ തന്നെ വീണ്ടും പറയുന്നത്, ഇപ്പോൾ ഓൾറെഡി കൺട്രിയിൽ, അതായത് ഇപ്പോൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിൽ ഉള്ള ഒരാളാണെന്ന് വിചാരിച്ചോളൂ, അവർക്ക് കെയർ വിസയിലേക്ക് സ്വിച്ച് ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് അത് പക്ഷേ റിവ്യൂവിലാണ്. അത് ഈ റൂൾ ചേഞ്ചസ് വീണ്ടും എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ടെന്നും അവർ പറയുന്നുണ്ട്. സോ ബേസിക്കലി കെയർ വിസ ഓവേഴ്സ് എന്നുള്ള ആളുകൾക്ക് ഇപ്പം കറൻ്റ്ലി എൻഡ് ആവുകയാണ്. കറൻ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ നിയർ ഫ്യൂച്ചർ എൻഡ് ആവും. 2028 ഓൾമോസ്റ്റ് മൊത്തമായിട്ട് നിർത്തും, റിന്യൂവൽസ് നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഈ കെയർ വിസയൊക്കെ റിന്യൂ ചെയ്യുമ്പം ഈ ILR 10 years ആക്കുമ്പോൾ ഉള്ള ആ ഒരു കുറേ കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യത നല്ലതുപോലെ ഉണ്ട്. സോ അത് ആക്ച്വലി ഈ ഒരു വൈറ്റ് പേജസ് ആക്ച്വലി ഡെഫിനറ്റ്ലി കുറച്ചൊരു നെഗറ്റീവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബാഡ് ന്യൂസാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ള 3 കാര്യങ്ങളാണ്. ILR, സ്കിൽഡ് വിസയിലുള്ള ആളുകൾക്ക് ILR കിട്ടാനുള്ള വെയിറ്റ് പീരീഡ് കൂടുന്നു. അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിലുള്ളവർക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് 18 months ആയിട്ട് കുറയ്ക്കുന്നു. അതേപോലെ തന്നെ കെയർ വിസ ഓവർസീസ് എന്നുള്ള ആളുകൾക്ക് ടോട്ടലി എൻഡ് ചെയ്യുന്നു. മാത്രമല്ല ഇൻ ദ കൺട്രി ഉള്ള ആളുകൾക്ക് 2028 വരെ എക്സ്റ്റൻഷൻസും അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി വർക്ക് റൈറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് സ്വിച്ച് ചെയ്യാനും സാധിക്കും. 2028 ശേഷം അതും സാധിക്കാൻ സാധ്യതയില്ല എന്നാണ് ഈ ഒരു ഡോക്യുമെൻ്റ് കാണുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഫുള്ള് ഈ ഡോക്യുമെൻറ്റിലുള്ള കാര്യങ്ങൾ മാത്രമാണ്, എൻ്റെ വക അഡീഷൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ആക്ച്വലി ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിൽ വായിച്ച് നോക്കാം. ഞാനിതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലല്ല, ഫസ്റ്റ് കോമൻറ്റിൽ നമുക്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് അതിലൂടെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിലൂടെ നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് അതിനകത്ത് പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഓസ്ട്രേലിയക്ക് വരാൻ നിൽക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അവർക്കുള്ള വർക്ക്സ് അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അതിനകത്തേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കഷൻസ് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന ചേഞ്ചസ്. അപ്പം ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇത് പ്രപ്പോസ്ഡ് ചേഞ്ചസ് ആണ്. ഇതിനകത്ത് ഇനി ഇത് ലെജിസ്ലേഷനായിട്ട് മാറുമായിരിക്കും. എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീഡിങ്സ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെയാണ് പ്രപ്പോസൽസ്. ഇത് ആയിരിക്കും ഭാവിയിൽ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ.
അപ്പം ഇത് അത്ര വലിയൊരു ഗുഡ് ന്യൂസ് അല്ല. ശരിക്കും UK ഒരു ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി കൺട്രി എന്ന രീതിയിൽ നിന്ന് കുറച്ചൊരു റിജക്റ്റ് ചെയ്യുന്ന കൺട്രിയിലേക്ക് മാറുക എന്നുള്ള രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ മാറുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ സ്റ്റുഡൻ്റായിട്ടൊക്കെ UK പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നല്ല ഷ്യൂരിറ്റി ഇല്ലാതെ ഒരിക്കലും അതിന് വെഞ്ചർ ചെയ്യരുത്. കാരണം സെറ്റിൽമെൻറ്റ് റൂട്ട്സൊക്കെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 10 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് എ ഷോർട്ട് പീരീഡ്, ഭയങ്കര ലോങ് പീരീഡാണ്. അത്ര ഈസി അല്ല 10 കൊല്ലം സർവൈവ് ചെയ്ത് PR കിട്ടുക എന്നത് പറയുന്നത് അത് വെർത്താണോ എന്ന് ആലോചിക്കുക. കാരണം നമ്മുടെ യങ് ഏജിലെ നമ്മളൊരു വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള വിസയിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മുടെ ഏറ്റവും നല്ല ഏജ് ആയിരിക്കും ഒരു 20, 25, 30, 35 വയസ്സ് വരെയൊക്കെ. അത്രയും കാലം നമ്മൾ ILR ഒന്നും ഇല്ലാതെ നമ്മളൊരു വിസയുടെ അൺസ്റ്റേബിലിറ്റിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ആലോചിച്ച് മാത്രം പഠിക്കാൻ പോകുന്നവരാലോചിക്കുക. പിന്നെ സ്കിൽഡ് വർക്കർ വിസയിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു അൺഫോർച്ചുനേറ്റ് ന്യൂസാണ്. അതായത് നിങ്ങൾ അഫക്റ്റ് ആവുമോ അല്ലെങ്കിൽ ആരൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത് ആവുക എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അത് കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് അറിയാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസായിട്ട് നമ്മൾ പുതിയ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങൾ താല്പര്യമുള്ളവർ Facebook ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താങ്ക്